എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സദൃശ്യം. നോക്ക്, രാവിലെ ഉറങ്ങി എഴുന്നേറ്റോടെ തന്നെ എൻ്റെ അമ്മ എന്തൊരു കാറ്റും മഴയാണെന്നല്ലേ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടിപ്പോൾ ഒരു 4-5 ദിവസമായി. ഈ 4-5 ദിവസത്തിനിടയ്ക്ക് ഇന്നലെ കുറച്ച് സമയം സൂര്യൻ്റെ വെയിൽ കണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ സൂര്യനെ കണ്ടിട്ടേയില്ല. നമുക്ക് ബാംഗ്ലൂരിൽ അങ്ങനെ ഒന്നല്ല. ഇപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ആ മഴ പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ സൂര്യൻ ഉദിക്കും. ഇതങ്ങനെയല്ല, ഒട്ടും ഇല്ല. എന്തൊരു കാലാവസ്ഥയത്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് ആശുപത്രിയിൽ പോകണം. ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഈ ഒരു മഴയ്ക്ക് എങ്ങനെ പോകുക. ഇതിനിടക്ക് ഞാൻ ആശുപത്രി പോയപ്പോൾ ചെറുത്തൂരിലത്തെ ഒരു ഡോക്ടറെ കാണാണ്ട് പോയപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് എന്തോ വീരമല്ലെന്ന അങ്ങനെയാണോ മറ്റൊരു മല അങ്ങനെ തന്നെ ഇടിഞ്ഞ് എന്താ പറയുക ദേശീയപാതയിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരു സിന്ധു എന്ന് പറഞ്ഞൊരു ടീച്ചർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. കാറ്റ് കണ്ടോ, ഇതാ നോക്കുക, അതിഭീകരമായ കാറ്റത് കേട്ടോ. ഇവിടെ മുറ്റത്തിരിക്കുമ്പോഴല്ലേ സംഭവമായത്. അപ്പോൾ ഈ ഒരു മഴ ഒന്ന് ശമിച്ചിട്ട് വേണം ഒന്ന് ആശുപത്രി പോകാമെന്ന് ഇരിക്കുന്നു. ഞാൻ ആശുപത്രി പോകാനായിട്ടാണ് വന്നത് ഇങ്ങോട്ടേക്ക് ബാംഗ്ലൂരിൽ. ഒരു വല്ലാത്തൊരു മഴയാണ് കേട്ടോ. മഴേൻ്റെ ആ ഒരു സീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ട എന്തൊരു മഴയാന്ന്. ഇപ്പം കുറച്ചൊരു മഴ തോർന്നൊരു സമയത്ത് എടുത്തതാണ്. ഇങ്ങനെ വന്നിട്ട് പുറത്തിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. അത്രക്ക് ഒടുക്കത്തെ കാറ്റും മഴയൊക്കെയാണ്. എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ ഇന്നലെയൊക്കെ റാന്നിയിലൊക്കെ എന്താ പറയുക പോസ്റ്റ് ഇതെല്ലാം വീണ് ആകെ അല്ലേ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിരിക്കുന്നതല്ലേ, ഞാനിങ്ങനെ അവസ്ഥ ഓർത്ത് ചിരിച്ചു തോന്നിയാണ്. നമ്മുടെയൊക്കെ അവസ്ഥ ഓർത്തിട്ട് കണ്ട എന്തൊരു കാറ്റാന്ന്. ഇവിടെ കാറ്റിൻ്റെ ആ ഒരു ഗതി മനസ്സിലാവില്ല, ഇങ്ങനെ ശക്തി മനസ്സിലാവില്ല. മരങ്ങൾ കുറവായതുകൊണ്ടേ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു കാറ്റിൻ്റെ ആ പവർ മനസ്സിലാവും പുറത്ത് നിൽക്കുമ്പോൾ. തുണിയൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് എന്തൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും, നല്ല കാറ്റും കാര്യങ്ങളില്ലതുകൊണ്ട്. ഭയങ്കര മഴയാണ്, മുടിഞ്ഞ മഴ, പറയാൻ വയ്യ. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര മഴ, അങ്ങോട്ട് പുറത്തൊന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ചിലപ്പം അദ്ദേഹത്തിന് വരെ അറിയുമെന്ന് വലിയ സംശയമാണ്. ഇനിയിപ്പോൾ എന്താ പറയുക ഈ മഴ മാത്രമല്ല കേട്ടോ, മഴയും കാറ്റും തണുപ്പും വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ എണീച്ച് ശീലമാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് അങ്ങനെ പുറത്തിരുന്ന് മഴയൊക്കെ കാണുമെന്ന്. 2 ദിവസത്തിനുള്ളിൽ മഴ കുറയുമെന്ന് വിശ്വസിക്കാം അല്ലേ. മഴ കുറയട്ടല്ലേ, കുറച്ചെങ്കിലും വെയിൽ വരട്ടെ, ആൾക്കാർക്കൊക്കെ ഒന്ന് ചൂട് പിടിക്കട്ടെ അല്ലേ. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് മഴ വിശേഷം തന്നെയായിരിക്കും വാർത്തയിലും നമുക്ക് പറയാനുള്ളതും ഒക്കെ. അപ്പോൾ മറ്റൊരു നല്ലൊരു വിശേഷമായിട്ട് ഉടൻ വരുന്നിരിക്കും എല്ലാവർക്കും.